ഇതുണ്ടോ വലിയ സപ്പോർട്ട്. ഇതിന് എത്ര അടി എന്ന് പറയാൻ എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ ഇരട്ടി ഉണ്ടാവും അല്ലേ? എത്ര ഉണ്ടാവും? ഡബിൾ ഇരട്ടിക്കൊക്കെ ഉണ്ട്. അതെ, അത്രയും സപ്പോർട്ടുകൾ ഉണ്ട് കേട്ടോ. അതാണ്ടാ കായുണ്ട്, ഇഷ്ടം പോലെ കായുള്ളത് കേട്ടോ. ചെറിയ തൈയല്ല, കുഞ്ഞി തൈയല്ല, 3 അടി 4 അടിയുള്ള തൈകളാണ്. 1900. ഇത്രയും പ്ലാന്റുകളുടെ എത്രയുണ്ട്? ഇത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇഷ്ടം പോലെ പ്ലാന്റുകളുണ്ട്. ഓഫർ എത്ര ദിവസം കൊടുക്കും നമ്മള്? ഓഫർ 10 ദിവസം. 10 ദിവസം വീഡിയോ വന്നിട്ട് 10 ദിവസം കൊടുക്കും. അതെ. ഹായ്, ഞാൻ റഷീദ്, മലപ്പുറം, റസീൻ എക്സോട്ടിക്. റഷീദിന്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. വീണ്ടും തുടക്കം പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ റഷീദിന്റെ ഫാമിലെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അല്ല റഷീദ്? മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ എന്താ ഹൈലൈറ്റ് ചെയ്യണത്? നമ്മൾ ജബോട്ടിക്കാബ തന്നെ. ജബോട്ടിക്കാബ. ഈ ജബോട്ടിക്കാബ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്ന ഒരു ജബോട്ടിക്കാബ കൂടിയാണ്. കഴിഞ്ഞ 3-ാം തീയതി നമ്മൾ 3-ാം തീയതി. ഇപ്പൊ എത്ര ദിവസമായി? 17 ദിവസമായിട്ടുള്ളൂ. 16 ദിവസമായിട്ടുണ്ടാവുള്ളൂ. 16 ദിവസമായിട്ടുള്ളൂ. അത് നമ്മൾ രാത്രി ഇരുന്ന് കളക്ട് ചെയ്താണ് ഇന്നത്തെ ജബോട്ടിക്കാബ. ഒരു ചെറിയ പൂക്കൾ മൊട്ടുകൾ അന്നുണ്ടായിരുന്നു. ആ മൊട്ടുകൾ വീണ്ടും വിരിഞ്ഞ് ഇപ്പൊ ഇത്രയും വലിയ കായകളായി. അതിന്റെ ബാക്കിൽ തന്നെ പൂക്കൾ ഉണ്ടോ? ഒരു മൂപ്പെത്തിയ മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഒരു 10 വർഷം മൂപ്പായ മരങ്ങളിൽ പിന്നെ കണ്ടീഷൻ ഇതാണ്, കായ്ച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് നിർത്തല്ല. പല ആളുകളും ചോദിക്കാറുണ്ട് ജബോട്ടിക്കാബ എന്താ ഇവന്ന് കിട്ടാറുള്ളത്, ഒരു ചെറിയ പഴം കിട്ടും. പക്ഷെ ഇത് ഈ തോതിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 10-20 കിലോ പഴം നമുക്ക് പറിക്കാം ഒറ്റ മരത്തുനിന്ന്. ഒരു മാസം തന്നെ 1 കിലോ കൂടുതൽ കിട്ടുമല്ലോ. അതെ, ഒരു 10 കിലോ ഒരു വർഷം കൊണ്ട് 10 കിലോ ഏറ്റവും മിനിമം പറിക്കാം. അപ്പൊ നമ്മളെ അടുത്ത് ലോങ്ങിന് ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത് നമ്മുടെ റഷീദിക്കാണ്. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചതാണ് എന്റെ ഒരു അറിവും. അപ്പൊ നമ്മളെ ജബോട്ടിക്കാബ എന്തെങ്കിലും ഒരു ഓഫറിൽ കൊടുക്കാൻ പറ്റും നമുക്ക്? ജബോട്ടിക്കാബ ഞങ്ങളിപ്പോ പൂവോട് കൂടിയിട്ട് അതൊരു ഓഫർ പ്രൈസ് എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ ചാനലും റഷീദ് ഖാന്റെ നഴ്സറിയും കൂടി കൊടുക്കുന്ന ഒരു ഓഫർ തന്നെയാണ്. ഓഫറായിട്ട്, അതായത് നല്ല മൂത്ത തൈകളാണ്. നമുക്ക് കുറച്ച് അതായത് കുറച്ച് മരത്തിന് അത്യാവശ്യം തടിക്ക് മൂപ്പുണ്ട്. ഹൈറ്റ് ഒരു 2 അടി 2.5 അടി മൂപ്പേ ഉണ്ടാവുള്ളൂ, വലുപ്പേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മൾ ഫ്ലവറോട് കൂടി ചിലത് കായോട് കൂടിയിട്ട് നമ്മൾ 2500 രൂപക്ക് ഓഫറിൽ കൊടുക്കാൻ പോകും. ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഓഫർ പൂവോട് കൂടിയുള്ള ജബോട്ടിക്കാബ തൈകൾ. ഓക്കെ, നമുക്ക് എത്ര ടൈം ഈ ഓഫർ കൊടുക്കാം? ഏകദേശം ഒരു 10 ദിവസം എന്തായാലും കൊടുക്കാം. 10 ദിവസം എന്തായാലും കൊടുക്കാം. നമ്മുടെ വീഡിയോ വന്നിട്ട് 10 ദിവസത്തേക്ക് എന്തായാലും ഈ ഒരു ഓഫർ 2500 രൂപക്ക് പൂവോട് കൂടിയുള്ള ജബോട്ടിക്ക. ചിലതിൽ കായ ഉണ്ടാവും. അത് ഏതാ വെറൈറ്റി വരുന്നത്? എസ്കാർലൈറ്റ്. അതേ മൂപ്പുള്ള റെഡ് ഹൈബ്രിഡ് തൈകളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. സെയിം റേറ്റ് തന്നെയാണോ? അതേ റേറ്റ് തന്നെ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ആ പ്ലാന്റുകളൊക്കെ കാണാം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. നമുക്ക് ഈ ഒരു പ്ലാന്റ് കൊടുക്കാൻ പറ്റുമോ? ഇത് കൊടുക്കാലോ. എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇതൊരു മോഹവിലയാണ്. കാരണം അത്രയും 10 വർഷമായിരുന്നു. അതുകൊണ്ടാണ് കുറെ ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ വില പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാനും അവരോട് പറയണത് എന്താ വെച്ചാൽ ഇത്രയും വലിയ മൂപ്പുള്ളത് വാങ്ങണ്ട, കുറച്ച് വെയിറ്റ് ചെയ്താലേ. ഒരു 5 വർഷം 6 വർഷമായ തൈകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലും ഒരു 2-3 വർഷം എപ്പോഴും കായ്ച്ചുകൊണ്ടേ ഇരിക്കുന്ന സംഭവമാണ്. 2-3 വർഷം കഴിഞ്ഞ് ഇതേപോലെ കായ്ക്കും. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതേപോലെ ഇതുണ്ടോ കായ് പൂവ് എന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ഉണ്ട്. പറിച്ച് വീണ്ടും പൂവ് വരണം. പൂവ് കായ് പിടിക്കുമ്പോൾ അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. പൂവ് ചിലപ്പോൾ ചെറുതായിട്ട് നമ്മൾ കാണൂല. അതെല്ലാത്തിലും പൂവ് വരുന്നില്ല, നിറയെ പൂവ് വന്നുകൊണ്ടിരിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പറഞ്ഞത് നമ്മളെ കൊറിയറിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് അതിന്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ? അതിപ്പോ ഞാന് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം നമ്മള് ഈ ഹൈവേ ഡെലിവറി വണ്ടിയിലും പെറ്റ്സിന്റെ വണ്ടിയിലൊക്കെയാണ് അയച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തില് ഓൾ കേരള ഡെലിവറി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ കാസർഗോഡ് സ്റ്റാർട്ട് ചെയ്ത് അതായത് നമ്മളൊരു എല്ലാവരെയും അറിയിച്ചതിന്റെ ഉടനെ രഞ്ജിത്തിന്റെ വീഡിയോയിൽ തന്നെ അറിയിച്ചത്. ഈ അറിയിച്ചതിന് ശേഷം ഇപ്പോൾ ഈ 10-15 3-ാം തീയതിക്ക് ശേഷം, അതായത് ഈ മാസം തന്നെ 3 പ്രാവശ്യം ഇപ്പോൾ കാസർഗോഡ് പോകും വണ്ടി. ഇപ്പോഴും ആളുകൾക്ക് ബാലൻസ് ആണ് കൊടുക്കാൻ. അപ്പോൾ ഒന്നും കൂടി പോകുന്നുണ്ട്. അടുത്ത ആഴ്ചയിൽ ഒന്നും കൂടി പോകുന്നുണ്ട്. പക്ഷെ തിരുവനന്തപുരം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വരുന്ന വെള്ളി ശനി ദിവസങ്ങളിൽ ഞാൻ തിരുവനന്തപുരം കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഏകദേശം ഒരു 10-30 ആളുകൾ ആയിട്ടുണ്ട്. ഏകദേശം ഫുൾ ലോഡ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അടുത്ത് വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരും. അതേപോലെ തന്നെ ഈ അടുത്ത ആഴ്ച തന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കും ഒരു ട്രിപ്പ് ഉണ്ട്. അതിന്റെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നന്നായി. ഒരു 4-5 പേർക്ക് എന്തായാലും അവിടെ കൊടുക്കാനുള്ളതുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി വെച്ച് കൊണ്ടുപോകാം എന്നുള്ളതിലാണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു കോൺടാക്റ്റും കാര്യങ്ങളും ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതെന്താ പറയുക, ഭയങ്കര കംപ്ലൈന്റ് ആണ്. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഈ കംപ്ലൈന്റ് വരുന്നത്. കാരണം ഈ ആളുകൾ കോള് വിളിച്ചിട്ടും നമ്മൾ എല്ലാ സമയത്തും കോള് വിളിച്ചുകൊണ്ടിരിക്കുക. രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫുൾ ടൈമിൽ കാരണം പല സംഭവങ്ങളും ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സംഭവങ്ങളും അതൊക്കെ ഉണ്ടാവും. പിന്നെ എന്തായാലും 2 ആളെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഞാൻ വന്നപ്പോ കണ്ടു ഇപ്പൊ രണ്ടുപേരും. ഏത് സമയത്താണ് രാവിലെ ഒരു 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഈ വാട്സപ്പ് നോക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ വാട്സാപ്പ് മുഖാന്തരം തന്നെ ഓർഡർ ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾ എല്ലാവരായിട്ടും കോൺടാക്ട് ചെയ്യും. ഓക്കെ, ഫോൺ വിളിച്ച് പറയണമെന്ന് നിർബന്ധമില്ല, വാട്സപ്പ് ചെയ്താൽ തന്നെ നമ്മൾ എല്ലാരും തിരിച്ചു വിളിക്കും. അതിനിപ്പോ ആളും സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ കംപ്ലൈന്റ് ഒരുപാടുണ്ട്. ഞാൻ കേട്ട് മടുത്താണ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ 2 നമ്പർ ഇപ്പൊ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന 2 നമ്പറാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വാട്സപ്പിനും ഒന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ കോൾ ചെയ്യാനും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 ലോഗോയിൽ തന്നെ, അതായത് വാട്സപ്പ് ലോഗോയിൽ കാണുന്ന ആ ഒരു നമ്പർ നിങ്ങൾ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. മറ്റേ ഫോൺ ലോഗോ കൊടുത്തിട്ടുള്ളത് ഫോണുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മളെ ഒരു മോഹവരയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിപ്പോ ഏതാ വെറൈറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഇത് എസ്കാർലറ്റ് ഉണ്ട്, ഇത് റെഡ് ഹൈബ്രിഡ് ആണ്. ഇതിലും അതേപോലെ കായ് വരുന്ന പൂവാണ്. പിന്നെ ഇത് പ്രിക്കോഷി ഉണ്ട്, എസ്കാർലറ്റ് ഉണ്ട്. പിന്നെ ഇതേപോലെ കായ്ക്കണ നമ്മളടുത്ത് നല്ല 2-3 വെറൈറ്റി ഉണ്ട്. വൈറ്റ് വിത്രാന്ത, ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അതുണ്ട്. അതേപോലെ എസാൽക്ക് ഉണ്ട്, നിറയെ കായുള്ളത്. അങ്ങനെ ഇപ്പൊ ഒരു 5-6 വെറൈറ്റികൾ ഇപ്പൊ ഇവിടെ കായ പിടിച്ച വെറൈറ്റികൾ ഉണ്ട് കേട്ടോ, കൊടുക്കാൻ സെയിലിനുള്ളതിനുണ്ട്. പിന്നെ സബാർ ഉണ്ട് കായ്ച്ചത്. ഇത് അടിപൊളി പ്ലാന്റ് തന്നെ കേട്ടോ. നമുക്ക് റിസൾട്ടിന്റെ കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ സീഡ് മുളപ്പിച്ച ഒരു 100 രൂപ വരെ തൈന് കിട്ടണം. എത്ര രൂപന്റെ തൈ ഉണ്ടാക്കാന്ന് എനിക്ക് തന്നെ അറിയണില്ല. അത്രയും ഒരു മരത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സംശയമില്ല. അതായത് ഈ ഒരു ഒറ്റ പ്ലാന്റും, കാരണം അത്രത്തോളം നമുക്ക് ഈ ഒരു മാസം തന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ പറയാം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഇതിൽ മാത്രം ഇത് മാത്രം ഒരു 1000 പഴം ഉണ്ടാവും. ഇതിപ്പോ കഴിഞ്ഞ നമ്മളിപ്പോ ഒരു 3-ാം തീയതി അത്രയും പഴം നമ്മൾ പറിച്ചു. അപ്പൊ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ ചിലതിൽ ഒരു സീഡ്, ചിലതിൽ 2 സീഡ് ഉണ്ട്. ഒരു സീഡിൽ ഉണ്ടാവുന്ന തൈക്ക് നമ്മൾ 100 രൂപ വെച്ച് വിൽക്കാം മിനിമം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്കുള്ള എമൗണ്ടിനുള്ള പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കട്ടോ. അപ്പൊ നമ്മൾ ഓഫറിൽ വരുന്ന പ്ലാന്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് നമ്മൾ ഓഫറിൽ കൊടുക്കാൻ പറഞ്ഞ പ്ലാന്റുകളല്ലേ? അതെ. അപ്പൊ റഷീദ് നമുക്ക് ഇതുമത്തെ പൂവും കായൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ സബ്സ്ക്രൈബേഴ്സിന്? കായുണ്ടോ? അല്ല, റെഡ് കളറില് അടിപൊളിയായിട്ട് നിൽക്കണ്ടല്ലേ? അതെ അതെ. ഇതിലൊക്കെ പൂവുണ്ടോ ഇന്ന്? ഉണ്ടാ കാണില്ലേ? എന്താ നമ്മളിവിടെ ഏതെടുത്താലും ഉണ്ടല്ലേ നിറയെ പൂണ്ട്. ചെറിയ കായ് വരുന്ന അവിടെ താഴെ വരെ പൂവുണ്ട്. അപ്പൊ അത്യാവശ്യം പ്ലാന്റുകൾ അത്യാവശ്യമല്ല, ഒരു 150 പ്ലാന്റ് എന്തായാലും ഉണ്ട്. 150 പ്ലാന്റ് എന്തായാലും നമുക്ക് കൊടുക്കാല്ലേ? ഓക്കെ. അപ്പൊ നമ്മളെ ഈ ഒരു ഓഫർ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ജബോട്ടിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മോശം പ്ലാന്റ് ഒന്നും അല്ല റഷീദ്. നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ആരും അതിനെ എതിർത്ത് പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ വന്ന ആളുകളും കഴിച്ച ആളുകൾക്ക് ഒരു അഭിപ്രായക്കേടുമില്ല. പിന്നെ ആളുകൾക്ക് ചോദിക്കൽ എന്താ, അവിടെ ഒരു പഴം ഇവിടെ ഒരു പഴക്കം ഉണ്ടാവും എന്നുള്ളതാണ്. അവർക്ക് ഫസ്റ്റ് കായ്ക്കാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, വീഡിയോ കാണിച്ചല്ലോ, ആ ഒരു റിസൾട്ട് ഇതിന് വരും. അതുകൊണ്ട് ഇതൊന്നും ഒരു നഷ്ടക്കച്ചവടം ആവില്ല. ഇതൊരിക്കലും നഷ്ടക്കച്ചവടമല്ല. കാരണം ഒരു സമയത്ത് ഇത്രയും വലിയ ചെറിയ ഒരു 1/2 അടിയുള്ള തൈകൾ നമ്മൾ 3000-4000 കൊടുത്തായിരുന്നു വാങ്ങിയത്. ആ സ്ഥാനത്ത് അതിലും കുറച്ചിട്ടാണ് നമ്മൾ കായോടുകൂടി കൊടുക്കുന്നത്. നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങണ്ടെന്ന് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇത് ചെറിയ വിലക്ക് നമുക്കിപ്പോ കിട്ടാനുണ്ട് കേട്ടോ. ചെറിയ വിലക്ക് ഫുള്ള് ഫ്ലവറിങ് ടൈപ്പാണ്. അത് ഏകദേശം ഒരു 100 തൈയെങ്കിലും ഇവിടെ ഫ്ലവറോട് കൂടിയിട്ട് കൊടുക്കാനുണ്ടാവും. അപ്പൊ മാക്സിമം ഈ ഒരു പ്ലാന്റുകൾ വാങ്ങാൻ ശ്രമിക്കുക. റഷീദ് ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞു കൊടുത്തേ. മലപ്പുറം ടൗണിന്റെ അടുത്ത് തന്നെ പെരിങ്ങോട്ടുപുലം എന്നാണ് സ്ഥലത്തിന്റെ പേര്. കൂട്ടിലങ്ങാടി വഴിയും വരാം. മലപ്പുറം ടൗണിൽ നിന്ന് മൃഗാശുപത്രിന്റെ കളക്ടറേറ്റിന്റെ അടുത്ത് മൃഗാശുപത്രി റോഡിനും വരാം. വന്നെടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അതേപോലെ ഡെലിവറി എല്ലായിടത്തും ഓൾ കേരള ഡെലിവറി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടക്കിടക്ക് വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു 24ഓളം വെറൈറ്റി ഇപ്പോൾ തൈകൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പുതിയ വെറൈറ്റീസ് പുതിയ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതായത് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. അകത്ത് അതായത് ഫ്ലഷ് പിങ്ക് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട്. അതേപോലെ പിന്നെ ഷോഗണ്, ഡബിൾ ലോങ് എന്നൊക്കെ പറഞ്ഞത് ഒരു മിനിറ്റ് ഒന്ന് കിട്ടിയോ 4 സീസൺ ഉണ്ടോ കായുള്ളത്. അപ്പോൾ ഇതൊരു ഡബിൾ ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മൾ വൈറ്റ് ലോങ് പോലെ തന്നെ വൈറ്റ് ലോങ്ങിന് അതേപോലെ പൂട്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു 1.5 വർഷം 2 വർഷം കൊണ്ട് എൻ്റെ അടുത്തുള്ള ഡബിൾ ലോങ്ങൻ കായ്ക്കുന്ന എല്ലാവരോടും പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആളുകൾ 1.5 വർഷം കൊണ്ട് കായ്ക്കില്ല. അതൊരു കൊമേഴ്സ്യൽ ലെവലിൽ, അതായത് എഡോ സ്റ്റാർ അതേപോലെ ഡയമണ്ട് റിവറൊക്കെ പോലുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞിരുന്നു എല്ലാവരും. അന്നേ ഞാൻ പറയാറുണ്ട് ഇത് പെട്ടെന്ന് കായ്ക്കണ വരാനാണ്. പക്ഷേ ആളുകൾക്ക് പറഞ്ഞാൽ, ആളുകളെന്നല്ല പല ആളുകളും അഭിപ്രായക്കേടുള്ള ആളുകൾ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലോങ്ങൻ ഏകദേശം ഒരു 10 തൈയെങ്കിലും ഇതേ വലുപ്പത്തിൽ ഞാൻ പൂവുള്ളത് കാണിച്ചത്. അതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ കാണിക്കില്ലേ, അവിടെ നമ്മളെ ടെറസിൻ്റെ മുകളിൽ ചെയ്തില്ലേ, അവിടെ മലപ്പുറത്ത് പൂവുണ്ട്, ഇഷ്ടം പോലെ പൂവുള്ളതുണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഡബിൾ ലോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 വെറൈറ്റി കിട്ടിയിരുന്നു.
പിന്നെ ഷോഗൺ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്, അത് ഇതിൻ്റെ പോലെ ലീഫാണ്. പക്ഷേ ഷോഗൺ ഇതുവരെ ആ കൂട്ടത്തിലൊന്നും കായ്ച്ചിട്ടേ ഇല്ല. അത് 2-3 വർഷം കൊണ്ട് കായ്ക്കും എന്തായാലും. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ കായ്ച്ചത് ഈ ഒരു ഡബിൾ ലോങ്, എനിക്ക് ഡബിൾ ലോങ് എന്ന് പറഞ്ഞാൽ തന്നെ 2 വെറൈറ്റി കിട്ടിയിരുന്നു. ഈ ഒരു വെറൈറ്റിക്ക് മാത്രമാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കായ്ക്കണായി കണ്ട്. ഷോഗണും ഇതേ സെയിം ലീഫാണ് വരുന്നത്. അതും ഡബിൾ ലോങ്ങിൽ തന്നെ 2 ലീഫ് വരുന്നുണ്ട്. പല ആളുകളുടെ അടുത്തുള്ള ഡബിൾ ലോങ്ങിന് വേറെ വേറെ ടൈപ്പാണ് വരുന്നത്. എൻ്റെ അടുത്ത് വന്ന് ഡബിൾ ലോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന ആ ഒരു വെറൈറ്റി എന്തായാലും 100% ഉറപ്പാണ്. 1 വർഷം 1.5 വർഷം കൊണ്ട് കായ്ക്കും. റിസൾട്ട് 100% നമുക്ക് ഉറപ്പ് കൊടുക്കല്ലേ? ഓക്കെ, ഇവിടെ ഇത് ഏതാ വെറൈറ്റി ഇരിക്കുന്നത്? ഇതൊക്കെ ഇത് വൈറ്റ് ലോങ്ങിനാണ്. വൈറ്റ് ലോങ് അത് പൂവുള്ളതൊക്കെ ആളുകൾ എടുത്ത് പോവാണ്. ഇത് ഇഷ്ടംപോലെ നല്ല തൈകളുണ്ട് ഇവിടെ. അതൊക്കെ പൂട്ടണ്ട, ആളുകൾ പൂട്ടത് എടുത്ത് പോകും. എത്രയ്ക്കാണ് നമ്മൾ കൊടുക്കണേ? ഇതൊക്കെ പിന്നെ 800 രൂപക്ക്. അന്ന് നമ്മൾ ഓഫറിൽ 700 രൂപ കൊടുത്തിരുന്നു. ആ ഓഫറിലുള്ള തൈകൾ കുറച്ച് ചെറിയ തൈകളായിട്ടുള്ള നമ്മൾ വേണമെങ്കിൽ 700 രൂപക്ക് ഇപ്പോഴും കൊടുക്കാം. ഇത് 800 രൂപ. നല്ല തൈകൾ ഇതെന്ന് പറയുക, നല്ല ചെറിയ തൈകളല്ല. അതുണ്ടോ, നല്ല കട്ട് ചെയ്ത് നമ്മൾ ബുഷാക്കി നല്ല തൈകളാണിത്. ഇതുണ്ടോ, അതൊക്കെ നല്ല നല്ല ഉണ്ടോ തൈകൾ. മോശം എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക. കുറച്ച് ചെറിയതാണെങ്കിലും അവർക്കൊന്ന് നോക്കി വളർത്തിയാൽ അതേപോലെ തന്നെ ആവും. ഒരു 2 മാസം നോക്കി വളർത്തിയാൽ ഇതേ കണ്ടീഷനിൽ അതെത്തും. ഇതൊക്കെ ഉണ്ടോ 4 സീസൺ എല്ലാം ഫ്ലവർ ആയതാണ്. കണ്ടോ, വലിയ വലിയ തൈകളാണ്, നല്ല ബ്രാഞ്ചസ് ഉള്ള നല്ല തൈകളാണ്. അതൊക്കെ ഫ്ലവർ മാത്രമല്ലേ, ഫ്രൂട്ട് ഉണ്ട്. ഫ്രൂട്ടോട് കൂടി തന്നെ. ഇത് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ. കണ്ടോ, അതൊരു 3 അടി 4 അടി ഹൈറ്റുള്ള പ്ലാന്റുകളാണ്, ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് 2000 രൂപ കൊടുക്കാം. ഒരു ഓഫറായിട്ട് 2000 രൂപ കൊടുക്കാം. അത്യാവശ്യം നല്ല അടിപൊളി. ഒരു ഓഫറും കൂടെ പറയാം. എന്തായാലും ഇനി പറഞ്ഞ 2000 കൊടുക്കാൻ വെച്ചതാ. ഒരു 1900 കൊടുക്കാം. 2000 വേണ്ട, കായോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ട്. ഇത് 4 സീസൺ ആണ്. ചെറിയ തൈയല്ല, കുഞ്ഞി തൈയല്ല, 3 അടി 4 അടിയുള്ള തൈകളാണ്. 1900. ഇത്രയും പ്ലാന്റുകളുടെ എത്രയുണ്ട്? ഇത്രയൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇഷ്ടം പോലെ പ്ലാന്റുകളുണ്ട്. ഓഫർ എത്ര ദിവസം കൊടുക്കും നമ്മള്? ഓഫർ 10 ദിവസം. 10 ദിവസം വീഡിയോ വന്നിട്ട് 10 ദിവസം കൊടുക്കും. അതെ. വയനാട് ഭാഗത്തേക്കും ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ ഒരു ലോഡ് പോകണ്ട. കാരണം 2 പേര് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ വണ്ടിക്ക് വിടാൻ പറഞ്ഞാണ്. അപ്പോൾ വലിയ വണ്ടി വിളിച്ചിട്ട് കുറച്ച് ആളുകൾക്ക് കൊണ്ട് വേണമെങ്കിൽ കൂട്ടിയിട്ട് വിടാൻ പറ്റും. വയനാട് ഭാഗത്തേക്കും വണ്ടി പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ വിട്ടുപോയത് ഒരു കാസർഗോഡാണ്. കാസർഗോഡ് എങ്ങനെയാണ് നമുക്ക് ഈ മാസം റൂട്ട് പോകും? കാസർഗോഡും വിടാം, ഈ മാസം വിടാം. കാരണം ഇന്നലെ മിഞ്ഞാന്ന് പോയി വന്നിട്ടുള്ളൂ. അതാ ചോദിച്ചത്. അപ്പൊ തന്നെ ഒരു 10-20ഓളം കസ്റ്റമർ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം ടൈറ്റ് ആണ് ഇപ്പൊ ലോഡും കാര്യങ്ങളും. നല്ല ടൈറ്റ് ആണ്. നല്ല ടൈറ്റ് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആണ്. ആ ടൈറ്റ് ഒന്നും നമ്മൾ വക വെക്കണില്ല. എന്തായാലും മാക്സിമം ഓർഡർ സ്വീകരിക്കുന്നുണ്ട്. ഈ ഓർഡർ സ്വീകരിക്കുന്നതിന് ഒരു ആകെയുള്ള ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോണിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതായത് കോള് വരുന്നതും പിന്നെ വാട്സപ്പ് വരുന്ന ഒന്നിലായതുകൊണ്ട് കോള് വരുന്ന സമയത്ത് വാട്സപ്പ് നോക്കാൻ പറ്റില്ല. കോള് വന്നുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഞാൻ 2 ആളെ ഇവിടെ അതിനായിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് 2 ആളെ വെച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഞാൻ വേറെ നമ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് ആ നമ്പർ അറിയാം, എന്നാലും വേറെ നമ്പർ ആഡ് ചെയ്തിട്ട് വാട്സപ്പ് കാര്യങ്ങൾ അതിൽ മാത്രം ചെയ്യുക. എന്നെ കിട്ടാനും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും വേണ്ടി വിളിക്കുമ്പോൾ അതിന് വേറെ നമ്പർ 2 നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പിന്നെ വാട്സപ്പ് ഇതൊന്ന് ക്ലിയർ ചെയ്ത് പോകും എന്നുള്ളൊരു വിശ്വാസമാണ് ഇനി ഉള്ളത്. എന്തായാലും മാക്സിമം ഞാൻ ചെയ്യും. അപ്പോൾ ഇതുവരെ ആളുകൾക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കുക. എന്തായാലും പഴയ വാട്സപ്പിലൊക്കെ ഞങ്ങൾ തപ്പി നോക്കുന്നുണ്ട്, നമ്പറുകളൊക്കെ തപ്പി നോക്കുന്നുണ്ട്. എന്തായാലും എല്ലാം ചെയ്യാം. ഇനി ഓർഡർ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി അങ്ങനെ ചെയ്യും. അപ്പോൾ എന്തായാലും വാട്സപ്പിന് നമ്പറും കോളിന് വേറെ നമ്പറാക്കി മാറ്റിയിട്ടുണ്ട്. ആരും നമ്മൾ വേണം വെച്ചിട്ട് അവോയ്ഡ് ചെയ്തതല്ല. നമുക്ക് എന്താ വെച്ചാൽ കഴിയാത്തതുകൊണ്ടാണ്. കാരണം നിങ്ങളെ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ദൽഹരി ചാമ്പ. കണ്ടോ, അടിപൊളി വലിയ പ്ലാന്റ്. ഹൈറ്റ് അല്ല ഇതിന്റെ ബുഷാണല്ലേ. അത്തരം വിഷയത്തോണ്ട് ഇത് ഒരു മാസത്തിനുള്ളിൽ പൂക്കാൻ തുടങ്ങും കേട്ടോ. ഈ മാസം ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയം പൂവിൻ്റെ. ആണോ, നല്ല പ്ലാന്റുകളുണ്ട്. ഈ പ്ലാന്റുകൾ ഏകദേശം ഒരു 10-15 എണ്ണം എന്തായാലും എൻ്റെ കയ്യിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. കണ്ടോ, ഇതൊരു ബുഷ് കണ്ടോ, ഇത് 3 തയ്യേ ഉള്ളൂ. കണ്ടോ എത്ര ഏരിയ നിൽക്കണത്? 3 തയ്യേ ഉള്ളൂ ഈ ഏരിയ മൊത്തം നിൽക്കണത്. ഓക്കെ. അപ്പൊ നല്ലൊരു ഓഫറിൽ നമുക്ക് ഇത് കൊടുക്കും ചെയ്യും. എത്രയ്ക്ക് കൊടുക്കാം? ഒരു 1500 രൂപക്ക്. 1500 കൊടുക്കാം. ഇതിപ്പോ നമുക്ക് ഈ വർഷം തന്നെ കിട്ടൂല? ഇത് ഫുള്ള് കാഴ്ച മരങ്ങളാ. ഇതിന്റെ ഇനി ആളുകൾ 1500 ചോദിക്കും. ഇതിന്റെ എത്ര അത്യാവശ്യം ബുഷുള്ള വലിയ തൈകളൊക്കെ 1000-1200 ആ റേഞ്ചിലേ ഉള്ളൂ. ചെറിയ തൈകൾ 200 രൂപ മുതലൂടെ ദൽഹരി ചാമ്പയും ഇവിടെ ഉണ്ട്. അത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടൈം കൊണ്ട് ഈ രീതിയിലാക്കി എടുക്കാൻ പറ്റും? എന്തായാലും 1 വർഷം കൊണ്ട് ഇതേപോലെ ആവും. നല്ല പരിപാലനം. ഒരു വർഷം കൊണ്ട് ഇതേപോലെ കായ്ക്കും ചെയ്യും. ഇതുണ്ടോ വലിയ സപ്പോർട്ട്. ഇതിന് എത്ര അടി എന്ന് പറയാൻ എനിക്കറിയില്ല. എന്തായാലും എന്റെ ഇരട്ടി ഉണ്ടാവും അല്ലേ? എത്രയായാലും ഉണ്ടാവും. ഡബിൾ ഇരട്ടിക്കൊക്കെ ഉണ്ട്. അതെ, അത്രയും സപ്പോർട്ടുകളും ഉണ്ട് കേട്ടോ. അതാണ്ടാ കായുണ്ട്, ഇഷ്ടം പോലെ കായുള്ളത് കേട്ടോ. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 1500 രൂപ കൊടുക്കാം. ഇത്രയും വലിയ പ്ലാന്റ് 150-200 രൂപക്കും നമ്മൾ കാഴ്ച കൊടുക്കും. അത് എന്താ പറയുക, നമ്മൾ പറയാതെ പോലെ. കാരണം അത്രയും ഹൈറ്റുള്ള വലിയ മരമാണ്. തൊട്ട് ബാക്കിൽ അടിപൊളി ആയിട്ടുള്ള നമ്മളെ റംബൂട്ടാൻ ഉണ്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ. കണ്ടോ, നല്ല ബുഷി ടൈപ്പ് റംബൂട്ടാൻ. കണ്ടോ,
ഇതൊക്കെ എത്ര കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ നമുക്കൊരു 1000 രൂപക്ക് ഇപ്പൊ ഓഫറിൽ കൊടുക്കാം. 1200 കൊടുക്കുകയാണ്, ഇപ്പൊ 1000 രൂപക്ക് ഓഫറിൽ കൊടുക്കാം. ഓഫർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടോ, തയ്യ നോക്ക്, അടിപൊളി തയ്യ. ഓക്കെ, ഇതാ ഫുൾ അതാട്ടോ. ഇനിയുണ്ട് വരാന്, ആളുകൾ തീരൊന്നുമില്ല, വേണമെങ്കിൽ കൊടുക്കാം. 10 ദിവസമാണ് ഈ ഓഫർ ഉള്ളത്.